ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഷോർട്ട് ടെക്സ്റ്റ് ബുക്ക് ഓഫ് അനസ്തേഷ്യ അജയ് യാദവ് 6th എഡിഷനിലെ ചാപ്റ്റർ 2 അനസ്തേഷ്യ മെഷീൻ ആൻഡ് സർക്യൂട്ട്സിലെ ബ്രീത്തിങ് സർക്യൂട്ട്സ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്രീത്തിങ് സർക്യൂട്ട്സ് കണക്ട് പേഷ്യൻറ്റ് ടു ദ അനസ്തേഷ്യ മെഷീൻ. ബ്രീത്തിങ് സർക്യൂട്ട് യൂസ് ചെയ്താണ് പേഷ്യൻറ്റിൽ നിന്നും അനസ്തേഷ്യ മെഷീനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. These are divided into 4. 1. Open circuit, semi-open circuit, semiclosed circuit and closed system. Closed circuit of anesthesia machine എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വേണ്ടവർ അത് പോയി കാണാം കേട്ടോ. Then first one, open system. Inhalational agent is directly poured over patient mouth and nostril by placing a wire-like mask, Schimmelbusch mask. ഓക്കെ, അതായത് ഇൻഹലേഷണൽ ഏജൻറ്റിനെ പേഷ്യൻ്റെ മൗത്തിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നോസ്ട്രിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതും സ്കിമ്മൽബഷ് മാസ്ക് എന്ന് പറയുന്ന ഒരു മാസ്ക് യൂസ് ചെയ്തിട്ടാണ്. ഓപ്പൺ സിസ്റ്റം വെയർ യൂസ്ഡ് ഇൻ പാസ്റ്റ് ഫോർ ഡെലിവറി ഓഫ് ഈതർ ആൻഡ് ക്ലോറോഫോം. പാസ്റ്റിൽ, അതായത് പണ്ട് ഈതറിൻ്റെയും ക്ലോറോഫോമും ഒക്കെ ഡെലിവർ ചെയ്യാൻ യൂസ് ചെയ്തിരുന്നതാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻ കറണ്ട് ഡേ പ്രാക്ടീസ് ഓപ്പൺ സിസ്റ്റം ആർ ഒബ്സൊലേറ്റ് ആസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൺട്രോൾ ദ ഡെലിവേർഡ് കോൺസെൻട്രേഷൻ. എത്രത്തോളം കോൺസെൻട്രേഷൻ ഡെലിവർ ചെയ്യുന്നുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതും അല്ല. Moreover, patient directly exhales into the atmosphere causing uncontrollable theatre pollution. അതോടൊപ്പം തന്നെ പേഷ്യൻ്റ് പുറത്തേക്ക് വിടുന്ന എക്സ്പയർഡ് ഗ്യാസ്, അതായത് കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്കാണ് പോകുന്നത്. അത് കാരണം അൺകൺട്രോളബിൾ ആയിട്ടുള്ള തിയേറ്റർ പൊല്യൂഷനും ഉണ്ടാകുന്നുണ്ട്. ഇത് കാരണം അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് കേട്ടോ ഓപ്പൺ സിസ്റ്റത്തിൻ്റെ. If a folded towel is placed over Schimmelbusch mask to prevent escape of inhalational agent, it constitutes semi-open system, which is also no more used in modern practice. അടുത്ത നെക്സ്റ്റ് വൺ ആണ് സെമി ഓപ്പൺ സിസ്റ്റം. അതായത് നമ്മുടെ ഈ സ്കിമ്മൽബഷ് മാസ്കിൽ ഫോൾഡഡ് ടവൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെമി ഓപ്പൺ സിസ്റ്റം ആയി. അത് ഇൻഹലേഷണൽ ഏജൻസിനെ എസ്കേപ്പ് ചെയ്യുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതും നമ്മൾ സെമി ഓപ്പൺ സിസ്റ്റം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല നമ്മുടെ മോഡേൺ പ്രാക്ടീസിൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യാത്തത് ഓപ്പൺ സിസ്റ്റവും സെമി ഓപ്പൺ സിസ്റ്റമാണ്. കാരണം അതിനകത്ത് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് അൺകൺട്രോളബിൾ തിയേറ്റർ പൊല്യൂഷനാണ്. പിന്നെ നമുക്ക് ഡെലിവേർഡ് കോൺസെൻട്രേഷൻ എത്രയാണെന്ന് അറിയാനും പറ്റില്ല. നെക്സ്റ്റ് വൺ, സെമി ക്ലോസ്ഡ് സർക്യൂട്ട്. ദീസ് സർക്യൂട്ട്സ് ആർ ഡിസ്ക്രൈബ്ഡ് ബൈ മാപ്പിൾസൺ, therefore called as Mapleson circuit. Mapleson ആണ് ഇത് ഡിസ്ക്രൈബ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സർക്യൂട്ട്സിൻ്റെ പേരും മാപ്പിൾസൺ സർക്യൂട്ട്സ് എന്നാണ്. ഓക്കെ, സെമി ക്ലോസ്ഡ് സർക്യൂട്ട്സിൻ്റെ മറ്റൊരു പേരായിട്ട് പറയാൻ നമുക്ക് മാപ്പിൾസൺ സർക്യൂട്ട് എന്ന്. ദീസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 6 ടൈപ്പ്. ഇത് 6 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. A, B, C, D, E, F. Because of similarity in characteristics, some authors have classified them in 3 groups, A, B, C and D, E, F. എന്നാൽ ഇതിന് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. ആ സിമിലാരിറ്റി വെച്ചിട്ട് ഇതിനെ പിന്നെയും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് എ, ഒന്ന് ബി സി ആൻഡ് ഡി ഇ എഫ് ഗ്രൂപ്പായിട്ട്. അത് ഏതൊക്കെ ഗ്രൂപ്പാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പ്, ടൈപ്പ് എ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മാഗിൽ സർക്യൂട്ട്. ഇതിനെ മാഗിൽ സർക്യൂട്ട് എന്നും പറയുന്നു. ഫ്രഷ് ഗ്യാസസ് ഫ്രം മെഷീൻ റീച്ച് ദ പേഷ്യൻറ്റ്. അതായത് മെഷീനിൽ നിന്നുള്ള ഫ്രഷ് ഗ്യാസസ് പേഷ്യൻറ്റിലേക്ക് എത്തുന്നു. മോസ്റ്റ് ഓഫ് ദ എക്സ്പയർഡ് ഗ്യാസസ് ഫ്രം പേഷ്യൻറ്റ് ആർ എക്സെയിൽഡ് ഫ്രം പ്രഷർ റിലീഫ് വാൽവ്. ഹൗവർ സം ഓഫ് ദ ഗ്യാസസ് ഗോ ബാക്ക് ഇൻ ടു ദ ട്യൂബിംഗ്. These expiratory gases which have gone back in the tubing may be re-inhaled by the patient in next breath. This is called as rebreathing. ഓക്കെ, അതായത് നമ്മുടെ പേഷ്യൻറ്റിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഗ്യാസസിൽ നിന്നും കുറച്ച് ഗ്യാസസ് പേഷ്യൻ്റ് പിന്നെയും റീഇൻഹൈൽ ചെയ്യുന്നു. അതിനെയാണ് റീബ്രീത്തിങ് എന്ന് പറയുന്നത്. ടു പ്രിവെൻറ്റ് ദിസ് റീബ്രീത്തിങ്, ഈ റീബ്രീത്തിങ് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ദെയർ ആർ റെക്കമെൻഡേഷൻസ് ഫോർ ഫ്രഷ് ഗ്യാസ് ഫ്ലോ ഓഫ് ഈച്ച് സർക്യൂട്ട്.
Fresh gas flow should be sufficient enough to push these expiratory gases out in atmosphere through expiratory valve before getting delivered to the patient. അപ്പം ഫ്രഷ് ഗ്യാസ് ഫ്ലോ കൂട്ടുന്നത് കാരണം കുറച്ച് ഗ്യാസ് എന്ത് ചെയ്യും, തിയേറ്റർ പൊള്യൂഷനായിട്ട് മാറും, അതായത് പുറത്തേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ റീബ്രീത്തിങ് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. For Magil circuit, fresh gas flow should be equal to minute volume to prevent rebreathing in a spontaneously breathing patient. ഫ്രഷ് ഗ്യാസ് ഫ്ലോ എന്ന് പറയുന്നത് മിനിറ്റ് വോളിയം ആയിട്ട് ഈക്വൽ ആണ്. എന്തിന്? റീബ്രീത്തിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സ്പോണ്ടേനിയസ്ലി ബ്രീത്തിങ് പേഷ്യൻറ്റ് റീബ്രീത്ത് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാഗിൽ സർക്യൂട്ടിൽ ഫ്രഷ് ഗ്യാസ് ഫ്ലോ എന്ന് പറയുന്നത് മിനിറ്റ് വോളിയവുമായി ഈക്വൽ ആണ്. ഇഫ് ദിസ് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ഫോർ അൺകൺട്രോൾഡ് വെന്റിലേഷൻ, no spontaneous breathing, patient is on artificial ventilation, very high flow, 3 times of minute volume or greater than 20 liter is required, and in spite of such high flows, prevention of rebreathing is still unpredictable. Therefore, Magil circuit should not be used for controlled ventilation. It is the circuit of choice for spontaneous ventilation. കൺട്രോൾഡ് വെന്റിലേഷന് നമ്മൾ മാഗിൽ സർക്യൂട്ട് യൂസ് ചെയ്യില്ല. സ്പോണ്ടേനിയസ് വെന്റിലേഷനാണ് നമ്മൾ കൂടുതലും മാഗിൽ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ടൈപ്പ് ബി. ടൈപ്പ് ബി, ഫ്രഷ് ഗ്യാസ് ഫ്ലോ ഇൻലെറ്റ് ബ്രോട്ട് നിയർ APL വാൽവ്. നമുക്ക് ആ പിക്ചർ നോക്കിയാൽ കാണാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് പിക്ചറിൽ കാണാം ടൈപ്പ് ബി സർക്യൂട്ട്. അതിലിൻ്റെ ഫ്രഷ് ഗ്യാസ് ഇൻലെറ്റിൻ്റെ അടുത്താണ് APL വാൽവ് വന്നിരിക്കുന്നത്. അതാണ് ടൈപ്പ് ബിയിൽ പറഞ്ഞിരിക്കുന്നത്. ഫ്രഷ് ഗ്യാസ് ഫ്ലോ ഇൻലെറ്റ് ബ്രോട്ട് നിയർ APL വാൽവ്. ഇറ്റ് ഡിഡ് നോട്ട് ഓഫർ എനി അഡ്വാൻറ്റേജ്, ദെയർഫോർ നോ മോർ യൂസ്ഡ്. അത് വലിയ അഡ്വാൻറ്റേജ് ഒന്നും ഇല്ലാത്തത് കാരണം കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഫങ്ഷനലി ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വലി എഫിഷ്യൻറ്റ് ഫോർ സ്പോണ്ടേനിയസ് ആൻഡ് കൺട്രോൾഡ് വെന്റിലേഷൻ. പക്ഷേ ഇത് കൺട്രോൾഡ് വെന്റിലേഷനിനും സ്പോണ്ടേനിയസ് വെന്റിലേഷനിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സർക്യൂട്ട് കൂടിയാണ് കേട്ടോ. ദെൻ ടൈപ്പ് സി, വാട്ടർ സർക്യൂട്ട്. കൊറുഗേറ്റഡ് ട്യൂബിംഗ് ഈസ് ഷോർട്ടൻഡ്. ഇതിൻ്റെ കൊറുഗേറ്റഡ് ട്യൂബിംഗ് വളരെ ചെറുതാണ്. ടൈപ്പ് സി സർക്യൂട്ടിൻ്റെ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് വെച്ച് നോക്കി മനസ്സിലാക്കുക കേട്ടോ. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ കൊറുഗേറ്റഡ് ട്യൂബിങ് ഷോർട്ടൻഡ് ആയിരിക്കും. ഇറ്റ് ഓൾസോ ഡിഡ് നോട്ട് ഓഫർ എനി അഡ്വാൻറ്റേജ്, ദെയർഫോർ നോ മോർ യൂസ്ഡ്. ഇതും വലിയ അഡ്വാൻറ്റേജ് ഒന്നുമില്ല, അത് കാരണം ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഫങ്ഷനലി ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വലി എഫിഷ്യൻറ്റ് ഫോർ സ്പോണ്ടേനിയസ് ആൻഡ് കൺട്രോൾഡ് വെന്റിലേഷൻ. ഇതും സ്പോണ്ടേനിയസിനും കൺട്രോൾഡ് വെന്റിലേഷനും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞു എ ഒരു ഗ്രൂപ്പ്, BC ഒരു ഗ്രൂപ്പ്. BCക്ക് ഏകദേശം കുറച്ച് ഫീച്ചേഴ്സ് സിമിലാരിറ്റി ഉള്ളതുകൊണ്ടാണ് BC ഒരു ഗ്രൂപ്പിൽ പെടുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആയിട്ട് നോട്ട് തയ്യാറാക്കി നിങ്ങൾ പഠിക്കുക കേട്ടോ. ദെൻ ടൈപ്പ് ഡി, APL വാൽവ് വാസ് ബ്രോട്ട് നിയർ ദ ബാഗ്. ബാഗിൻ്റെ അടുത്തായിരിക്കും ഇതിൻ്റെ APL വാൽവ് ഉണ്ടായിരിക്കുക. ഇറ്റ് ഡിഡ് നോട്ട് ഓഫർ എനി അഡ്വാൻറ്റേജ്, ബട്ട് എ മോഡിഫിക്കേഷൻ ഇൻ ടൈപ്പ് ഡി വാസ് മെയ്ഡ് ബൈ സയൻറ്റിസ്റ്റ് ബെയിൻ. ഇതിനൊരു അഡ്വാൻറ്റേജ് ഇല്ല, പക്ഷേ ഇതിൽ ഒരു മോഡിഫിക്കേഷൻ സയൻറ്റിസ്റ്റ് ബെയിൻ നടത്തി. who incorporated an inner tube in type D circuit, making it as coaxial. ഇത് ടൈപ്പ് ഡി സർക്യൂട്ടിൽ ഇന്നർ ട്യൂബിങ്ങും കൂടെ, ഒരു ഇന്നർ കൊറുഗേറ്റഡ് ട്യൂബിങ്ങും കൂടെ ആഡ് ചെയ്തു, സയൻറ്റിസ്റ്റ് ബെയിൻ ആഡ് ചെയ്തു. ഫ്രഷ് ഗ്യാസസ് ആർ ഡെലിവേർഡ് ത്രൂ ഇന്നർ ട്യൂബ്. ഫ്രഷ് ഗ്യാസസ് ഇന്നർ ട്യൂബ് വഴി ഡെലിവർ ചെയ്യും. സോ ദാറ്റ് മിക്സിംഗ് ഓഫ് ഫ്രഷ് ഗ്യാസസ് ആൻഡ് എക്സേൽഡ് ഗ്യാസസ് ക്യാൻ ബി മിനിമൈസ്ഡ്. അകത്തെ ട്യൂബിംഗ് വഴി ഫ്രഷ് ഗ്യാസ് ഡെലിവർ ചെയ്യും, പുറത്തെ ട്യൂബിംഗ് വഴിയായിരിക്കും എക്സേൽഡ് ഗ്യാസസ് പോകുന്നത്. അപ്പോൾ ഈ എക്സേൽഡ് ഗ്യാസസും ഫ്രഷ് ഗ്യാസും തമ്മിലുള്ള മിക്സിങ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്.
Bain circuit is most commonly used semiclosed circuiting in anesthesia. നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന semiclosed സർക്യൂട്ടിലുള്ളത് ടൈപ്പ് ഡി ബെയിൻ സർക്യൂട്ടാണ്. ബെയിൻ സർക്യൂട്ട് ഈസ് ദ സർക്യൂട്ട് ഓഫ് ചോയ്സ് ഫോർ കൺട്രോൾഡ് വെന്റിലേഷൻ. കൺട്രോൾഡ് വെന്റിലേഷനിൽ ബെസ്റ്റ് ചോയ്സ് ഓഫ് സെമിക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് ബെയിൻ സർക്യൂട്ടാണ്. ഫ്രഷ് ഗ്യാസ് ഫ്ലോ ഫോർ കൺട്രോൾഡ് വെന്റിലേഷൻ if respiratory rate is increased to 16 breath per minute. Many clinicians prefer second method. Bain circuit can also be used for spontaneous ventilation, but fresh gas flow requirement is higher, that is 2.5 times of minute volume. സ്പോണ്ടേനിയസ് വെന്റിലേഷന് വേണ്ടിയിട്ടും നമുക്ക് ബെയിൻ സർക്യൂട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അഡ്വാൻറ്റേജസ് ഓഫ് ബെയിൻ സർക്യൂട്ട്. ഇനി എന്തൊക്കെയാണ് ബെയിൻ സർക്യൂട്ടിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ലൈറ്റ് വെയ്റ്റ് ആണ്. ഓക്കെ, കൊറുഗേറ്റഡ് ട്യൂബിങ് ഈസ് ലോങ്. കുറച്ച് നല്ല ലോങ് ആയിട്ടുള്ള കൊറുഗേറ്റഡ് ട്യൂബിങ് ആണ്. മേക്കിംഗ് ഇറ്റ് യൂസ്ഫുൾ ഫോർ ഹെഡ് ആൻഡ് നെക്ക് സർജറീസ് വെയർ അനസ്തേറ്റിസ്റ്റ് ഈസ് എവേ ഫ്രം പേഷ്യൻ്റ്. അപ്പോൾ ഹെഡ് ആൻഡ് നെക്ക് സർജറീസിന് വളരെ യൂസ്ഫുൾ ആണ്, കുറച്ച് ലോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് കൊറുഗേറ്റഡ് ട്യൂബിങ്. അപ്പോൾ അനസ്തറ്റിസ്റ്റ് പേഷ്യൻറ്റിൽ നിന്നും കുറച്ച് ഫാർ അവേ ആണെങ്കിൽ പോലും നമുക്ക് ബാഗ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. റെസിസ്റ്റൻസ് ഈസ് ലെസ് ആണ്, അതായത് ലെസ് ദാൻ 0.7 സെൻറ്റിമീറ്റർ H2O. സ്റ്റെറിലൈസേഷൻ ഈസ് ഈസി. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇന്നർ ട്യൂബ് മേ ബിക്കം ഫോൾഡഡ് ഓർ കിങ്ഡ് കോസിങ് ഒബ്സ്ട്രക്ഷൻ ഓർ മേ ഗെറ്റ് ഡിസ്കണക്റ്റഡ്. ഇന്നർ ട്യൂബിങ് ഫോൾഡ് ആവുകയോ കിങ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഡിസ്കണക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ടർ ട്യൂബിങ്ങിനെ ട്രാൻസ്പാരൻ്റ് ആക്കി വെച്ചിരിക്കുന്നത്. അടുത്തത് ടൈപ്പ് ഇ. ഇറ്റ് ഈസ് ഐറിസ് ടി പീസ് വിത്ത് കൊറുഗേറ്റഡ് ട്യൂബിങ്. ഇറ്റ് ഈസ് എ പീഡിയാട്രിക് സർക്യൂട്ട്. ടൈപ്പ് ഇ എന്ന് പറയുന്നത് ഒരു പീഡിയാട്രിക് സർക്യൂട്ടാണ്. ആസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ബ്രീത്തിങ് ബാഗ്. ഇതിന് ബ്രീത്തിങ് ബാഗ് ഇല്ല. ഇറ്റ് കനോട്ട് ബി കൺസിഡർഡ് കംപ്ലീറ്റ് സർക്യൂട്ട്. ബ്രീത്തിങ് ബാഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ ഒരു കംപ്ലീറ്റ് സർക്യൂട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. It is basically a circuit only meant for spontaneous respiration, however can be utilized for controlled ventilation by intermittently occluding the end of expiratory limb. അപ്പോൾ നമുക്ക് എക്സ്പിറേറ്ററി ലിംബിൽ ഒക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കൺട്രോൾഡ് വെന്റിലേഷൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് കൂടുതലും സ്പോണ്ടേനിയസ് റെസ്പിറേഷൻ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് ബെറ്റർ. ടൈപ്പ് എഫ് സർക്യൂട്ട്, ജാക്സൺ ആൻഡ് റീസ് സർക്യൂട്ട്. ഐറിസ് ടി പീസ് വാസ് മെയ്ഡ് കംപ്ലീറ്റ് ബൈ അറ്റാച്ചിങ് എ ബ്രീത്തിങ് ബാഗ്. അതായത് ഈ ടൈപ്പ് ഇ സർക്യൂട്ടിൽ ഒരു ബ്രീത്തിങ് ബാഗ് അറ്റാച്ച് ചെയ്താൽ അതെന്തായി? ടൈപ്പ് എഫ് സർക്യൂട്ടായി. To it by Jackson and Reese. Jackson and Reese circuit, which is considered as Mapleson E, is the most commonly used pediatric semiclosed circuit. Semiclosed circuitil pediatricsന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണ് ടൈപ്പ് എഫിലെ ജാക്സൺ ആൻഡ് റീസ് സർക്യൂട്ട്. ടു ബി യൂസ്ഡ് ഇൻ ചിൽഡ്രൻ ലെസ് ദാൻ 6 years of age or less than 20 kg. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും 20 കിലോയ്ക്ക് താഴെയുള്ള കുട്ടികൾക്കും ആയിരിക്കും നമ്മൾ ഈ സർക്യൂട്ട് യൂസ് ചെയ്യുക. ഫ്രഷ് ഗ്യാസ് ഫ്ലോ റെക്കമെൻഡേഷൻ ആർ സിമിലർ ടു ബെയിൻസ്. ബെയിൻസിൻ്റെ അതേ ഫ്രഷ് ഗ്യാസ് ഫ്ലോ റെക്കമെൻഡേഷൻസ് തന്നെയാണ് എന്തിനുള്ളത്? ജാക്സൺ ആൻഡ് റീസിനും ഉള്ളത്. അതായത് 1.6 times of minute volume ഫോർ കൺട്രോൾഡ് വെന്റിലേഷനും 2.5 times ഫോർ സ്പോണ്ടേനിയസ് വെന്റിലേഷനുമാണ്. ടൈപ്പ് ഇ ആൻഡ് ടൈപ്പ് എഫ് സർക്യൂട്ട് ആർ മെയ്ഡ് വാൽവ്ലെസ്. ടൈപ്പ് ഇയും ടൈപ്പ് എഫ് സർക്യൂട്ടും വാൽവ്ലെസ് ആണ്. അതായത് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മോസ്റ്റ്ലി എഫ് സർക്യൂട്ട് ഹാവ് എ ഹോൾ ഇൻ ദ ടെയിൽ ഓഫ് ബാഗ്. എഫ് സർക്യൂട്ടിന് ബാഗ് ഉണ്ടെങ്കിലും ആ ബാഗിൻ്റെ ടെയിലൊരു ഹോൾ ഉണ്ടാവും. ബട്ട് വാൽവ് മേ ബി പ്രസൻറ്റ് ഇൻ സം എഫ് സർക്യൂട്ട്. ചില എഫ് സർക്യൂട്ടിൽ വാൽവ് ഉള്ളതും ഉണ്ട് കേട്ടോ. To conclude, semi-closed circuits in terms of efficiency for spontaneous ventilation. Spontaneous ventilation-നുള്ള സെമി സർക്യൂട്ടിൻ്റെ എഫിഷ്യൻസി അനുസരിച്ച് ആ ഗ്രൂപ്പ്സിനെ തിരിച്ചിട്ടുണ്ട്. എ ഗ്രേറ്റർ ദാൻ ഡി ഇ എഫും ഗ്രേറ്റർ ദാൻ ബി സി ആണ്. ആൻഡ് ഫോർ കൺട്രോൾഡ് വെന്റിലേഷനിൽ ഡി എഫ് ഇ ഗ്രേറ്റർ ദാൻ ബി സി ഗ്രേറ്റർ ദാൻ എ അങ്ങനെയാണ്. അതർ സെമി ക്ലോസ്ഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ഒന്ന് ഹാഫിന സിസ്റ്റം.
These are modifications of A, B, C and D ആണ്. Expiratory valve is replaced by suction port and ejector flow meter. This is to decrease the theatre pollution. അടുത്തത് ഹംപ്രെ ADE system. A single lever changes from one circuit to another. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ബ്രീത്തിങ് സർക്യൂട്ടിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, ഈ കോഴ്സ് പഠിക്കുന്ന ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട് കമൻറ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.